കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ അപകടത്തിൽ മരിച്ച ഡി ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുകയാണ് മന്ത്രി വി എൻ വാസവൻ. വേണ്ട സഹായം നൽകാമെന്ന ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. മന്ത്രി ആദ്യ ധനസഹായമെന്ന മട്ടിലൊരു കവർ കൈമാറിയിട്ടുണ്ട്. നിതിൻ അംബുജനാണ് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മന്ത്രി എത്തിയപ്പോൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇനി അവർക്ക് വേണ്ട പിന്തുണ എന്തൊക്കെയാണ്, അതൊക്കെ ബിന്ദുവിൻ്റെ ഭർത്താവായ വിശ്രുതനും വിശ്രുതൻ്റെ അമ്മയും മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. 2 കുട്ടികളാണുള്ളത്, നവമിയും നവനീതും. നവമിയുടെ തുടർ ചികിത്സയ്ക്കുള്ള പണം ആവശ്യമാണ്. ഒപ്പം തന്നെ നവനീതിൻ്റെ പഠനം, ജോലി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആ കുടുംബത്തിന് പിന്തുണ ആവശ്യമാണ്. നമുക്ക് ആ വീടും ചുറ്റുപാടും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, കൂടുതൽ പിന്തുണയും സഹായവും ഒക്കെ അർഹിക്കുന്നവരാണവർ. നിലച്ചിരിക്കാതെ ഇരുന്ന ഒരു അപകടത്തിൽ ആ കുടുംബനാഥയാണ് കടന്നുപോയത്. ആ കുടുംബത്തിൻ്റെ നെടും തൂണാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ നഷ്ടത്തിന് പരിഹാരമായി ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്ന് പറയുമ്പോഴും സർക്കാരിന് പറ്റുന്ന രീതിയിൽ അവരെ ചേർത്ത് പിടിക്കും എന്നാണ് ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പ്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമ്മൾ കണ്ടു. അവരെ സർക്കാർ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന ഒരു വാഗ്ദാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ മന്ത്രി വി എൻ വാസവൻ ആ വീട് സന്ദർശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏത് രീതിയിലാണ് സർക്കാർ അവരെ പിന്തുണയ്ക്കുന്നത്, ഏത് രീതിയിലുള്ള സഹായങ്ങളാണ് നൽകുന്നത്, നവമി എന്ന കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കായി സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒപ്പം തന്നെ നവനീത് ജോലി സംബന്ധമായ കാര്യങ്ങൾ, അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ, ഇതിലേക്ക് പ്രാഥമികമായ ചില കാര്യങ്ങൾ മന്ത്രിക്ക് പറയാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ആരോഗ്യമന്ത്രി 2 ദിവസത്തിന് ശേഷം നേരിട്ട് ആ കുടുംബത്തിൽ എത്തിച്ചേരുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും കൃത്യമായ സഹായം എന്തൊക്കെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മന്ത്രി മാധ്യമങ്ങളെ കാണും, കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയം മുമ്പ് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സംഭവിച്ചത് വലിയ നഷ്ടമാണ്, വലിയ ഒരു ദുര്യോഗമാണ് കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ആരോഗ്യമന്ത്രി വിളിച്ചു. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമുണ്ട്. മന്ത്രി ഉറപ്പായും തങ്ങളെ സന്ദർശിക്കും, തങ്ങളെ ചേർത്ത് പിടിക്കും, തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നൽകുമെന്ന് വളരെ പക്വതയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് മന്ത്രി ആ വീട്ടിൽ എത്തുന്നതും അവരെ ആശ്വാസം അറിയിക്കുന്നതും അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാവുമെന്നതിനെക്കുറിച്ചൊരു പ്രാഥമിക ധാരണ അവരിൽ വരുത്തുന്നതും, ഒപ്പം തന്നെ അവരിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ മന്ത്രി ചോദിച്ചറിയുകയും ചെയ്തു. കുടുംബാംഗങ്ങളെ കണ്ട ശേഷം മന്ത്രി പുറത്തേക്ക് വരികയാണ്. ആ കുടുംബത്തിന് സംഭവിച്ച നഷ്ടം അത് ധനസഹായം കൊണ്ടോ ചെയ്യുന്ന ഏതൊരു സഹായം കൊണ്ടോ നികത്താനാവില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ വാക്കിലും അതുതന്നെയാണ്. ആരോഗ്യമേഖലയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ജാഗ്രത ഉണ്ടാകും. ഇനിയും കൂടുതൽ കരുതലോടെയുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കും എന്ന ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രി അല്പസമയത്തിന് മുൻപ് നൽകിയത്. ഒപ്പം തന്നെ വിവിധ മന്ത്രിമാർ ആരോഗ്യമന്ത്രിക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനോട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഏറ്റവും അടുത്ത സമയത്ത് താൻ അവിടെ എത്തിച്ചേരുമെന്നും കുടുംബാംഗങ്ങളോട് സംസാരിക്കുമെന്നും എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ കൂടെ ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. അതിന് പിന്നാലെയാണ് മന്ത്രി വി എൻ വാസവൻ വീട്ടിലെത്തിച്ചേരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിലാണ് ബിന്ദുവിന് മരണം സംഭവിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിടം തകർന്നു വീണു. അതിൽ കുടുങ്ങിയ ബിന്ദു തലച്ചോറിനേറ്റ പരിക്കിനെ തുടർന്ന് മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നാണ് വന്നത്. മകൾ നവമിയുടെ ചികിത്സാർത്ഥമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബിന്ദു കഴിഞ്ഞിരുന്നത്. മന്ത്രി വി എൻ വാസവൻ ഒരു കവർ, അത് ഒരു പ്രാഥമിക ധനസഹായമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്, വിശ്രുതൻ്റെ അമ്മയ്ക്ക് കൈമാറുകയെന്ന ഒരു ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടത്. അല്പസമയത്തിന് മുമ്പ് വന്ന മന്ത്രി അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും വേണ്ട സഹായം ചെയ്യുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിതിൻ അംബുജനുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, മന്ത്രി അല്പസമയം മുമ്പ് വീട്ടിലെത്തിച്ചേർന്നു. മന്ത്രി അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവരവരുടേതായ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഒരു പ്രാഥമിക ധനസഹായം എന്ന നിലയിൽ ഒരു കവർ മന്ത്രി കൈമാറിയിട്ടുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്?
ക്രിസ്റ്റീന, നിലവിലിപ്പോൾ മന്ത്രിയുള്ളത് ബിന്ദുവിന്റെ സഹോദരിയുടെ വീട്ടിലാണ്. അവിടെയാണ് ബിന്ദുവിന്റെ മകൾ നവമി ഉള്ളത്. നവമിയെ കാണാനാണ് ഇപ്പോൾ മന്ത്രിയും ജില്ലാ കളക്ടറും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും എത്തിയിരിക്കുന്നത്. നേരത്തെ ബിന്ദുവിന്റെ ഭർത്താവിനെയും അതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ അമ്മയും ബിന്ദുവിന്റെ വീട്ടിൽ വെച്ച് കണ്ടു. അതിനുശേഷം ഇപ്പോൾ ബിന്ദുവിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക്, തൊട്ടടുത്തുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് വന്ന് മകളെയും കാണുകയാണ്. മകൾ ഇന്നലെ തന്നെ ഇവിടെ ശസ്ത്രക്രിയ ഹോസ്പിറ്റലിൽ നിന്നും, ആശുപത്രിയിൽ നിന്നും ഇന്നലെ തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഇവിടെ കഴിയുകയായിരുന്നു. മാധ്യമങ്ങൾക്കടക്കം ഇപ്പോൾ ഉള്ളിലേക്ക് പോകാൻ ചില പ്രയാസമുണ്ട്. കാരണം ആശുപത്രിയിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നൊരു സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോടൊന്നും അങ്ങോട്ടേക്ക് കടക്കേണ്ടതില്ല എന്നാണ് പോലീസ് അടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു സന്ദർശനത്തിൽ മന്ത്രി ഒരു ധനസഹായം നൽകിയിട്ടുണ്ട്. അത് 50,000 രൂപയുടെ ധനസഹായമാണെന്ന് മനസ്സിലാക്കുന്നു. HDS ഫണ്ടിൽ നിന്നുള്ള ധനസഹായമാണോ അതെല്ലാം ആദ്യഘട്ടമായി അല്ലെങ്കിൽ ആദ്യഘട്ട ഒരു അടിയന്തര ധനസഹായമാണെന്ന തരത്തിലെല്ലാം തന്നെ ഒരു തീരുമാനം അല്പസമയത്തിനകം മന്ത്രി VN വാസവൻ തന്നെ ഈ ഒരു സന്ദർശനം പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ധനസഹായം അതോടൊപ്പം തന്നെ തുടർ ചികിത്സ കൂടാതെ നേരത്തെ തന്നെ പല ആവശ്യങ്ങളും ഈ കുടുംബം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും ബന്ധുക്കളടക്കം പറഞ്ഞിരുന്നു കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി നൽകണമെന്നൊരു ആവശ്യമെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിലടക്കം എന്താകും സർക്കാരിന്റെ ഒരു തീരുമാനം, സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിലുള്ളൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ തീരുമാനമോ ഈ ഒരു സന്ദർശനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ ബിന്ദുവിന്റെ ഭർത്താവ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിയോട് വിശദീകരിച്ചിരുന്നു. ഏതാണ്ട് 10-15 മിനിറ്റ് നേരം ആ ഒരു സന്ദർശനം അവിടെ നീണ്ടു. അതിനുശേഷമാണ് ബിന്ദുവിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ മന്ത്രി എത്തിയിരിക്കുന്നത്. മന്ത്രി മകളെ ആശ്വസിപ്പിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം സർക്കാരും ഉണ്ട് എന്ന സന്ദേശമാണ് മന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി തന്നെ ഇപ്പോൾ നൽകുന്നത്. അതോടൊപ്പം സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, എന്തൊക്കെ ഇടപെടൽ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനവും പ്രഖ്യാപനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ മന്ത്രി വീണ ജോർജും കുടുംബത്തെ വിളിച്ച് കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ 2 ദിവസം ആരോഗ്യമന്ത്രി എത്തുമെന്ന കാര്യം അവർ അറിയിച്ചിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ജില്ലയിലെ മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ VN വാസവൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുമുണ്ടായ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തും ഇടപെടൽ ഉണ്ടാകുന്നില്ല, അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനമൊക്കെ തന്നെ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് മന്ത്രി ഇവിടെ എത്തി നേരിട്ട് കുടുംബത്തെ ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം ഉള്ള പ്രതികരണം നമുക്ക് എന്തായാലും തേടേണ്ടതുണ്ട്. അതിൽ ഏത് തരത്തിലാകും സർക്കാരിന്റെ ഒരു ചേർത്ത് പിടിക്കൽ ഈ കുടുംബത്തിന് ഉണ്ടാവുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൽ സർക്കാർ സഹായത്തിനൊപ്പം തന്നെ തുടർ ചികിത്സ കൂടാതെ കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി നൽകുന്ന കാര്യത്തിലടക്കം തീരുമാനമോ ആ ഒരു നിലയിൽ എന്തെങ്കിലും ഇടപെടലോ അല്ലെങ്കിൽ തീരുമാനമോ ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. നേരത്തെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം ചേരുന്നെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും സർക്കാരിന്റെ തീരുമാനവും അതിവേഗത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കുടുംബവും നേരത്തെ അറിയിച്ചത്. എന്തായാലും മന്ത്രിയുടെ വാക്കുകളിലെല്ലാം തന്നെ വലിയ പ്രതീക്ഷ ഈ അവസരത്തിൽ ആ കുടുംബം വെച്ചു പുലർത്തുന്നു. ഇപ്പോൾ സന്ദർശന ശേഷം മന്ത്രി പുറത്തേക്ക് വരികയാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും ജില്ലാ കളക്ടറും ഒപ്പമുണ്ട്. ഈ ഒരു സന്ദർശന ശേഷം, അതായത് ഇപ്പോൾ നവമിയെ കണ്ടതിന് ശേഷം മന്ത്രി പുറത്തേക്ക് വരുന്നു. ബിന്ദുവിന്റെ സഹോദരിയുടെ വീട്ടിലാണ് നവമി ഉള്ളത്. ബിന്ദുവിന്റെ ഭർത്താവിനെയും അമ്മയും കണ്ടു. ഇനിയിപ്പോൾ എന്തായാലും മാധ്യമങ്ങളോട് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് സന്ദർശനം സംബന്ധിച്ചുള്ളൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ വീടിന് പുറത്തു വെച്ച് അദ്ദേഹം പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു പ്രതികരണത്തിലാകും ഏത് നിലയിലാകും സർക്കാരിന്റെ സഹായമോ അല്ലെങ്കിൽ ഇടപെടലോ ഉണ്ടാവുക എന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക. അത് വേഗത്തിൽ തന്നെ ആ ഒരു മന്ത്രിയുടെ പ്രതികരണം എന്തായാലും നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ജില്ലാ കളക്ടറും കൂടാതെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതോടൊപ്പം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും സന്ദർശനം പുറത്തേക്ക് വരികയാണ്. വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ചാകും പ്രതികരിക്കുക. നമുക്ക് ഈ വീട്ടിലെ സാഹചര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതായത് അധികം ആർക്കും നിൽക്കാൻ പറ്റാത്തൊരു വലിയ ഒരു പരിമിതിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അധികം ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് പൊതുദർശനമുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറ്റൊരു സ്ഥലത്ത്, വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തായിരുന്നു നടത്തിയത്. സഹോദരിയുടെ വീട്ടുവളപ്പിലാണ് ബിന്ദുവിനെ ചിതിയൊരുക്കിയത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും സർക്കാരിന്റെ ഭാഗത്തും അടിയന്തര സഹായം ഈ കുടുംബത്തിന് ലഭിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ സഹായം എന്നൊരു അതിവേഗത്തിൽ ലഭിച്ചാൽ മാത്രമേ കുടുംബത്തിന് തുടർന്നുള്ള ചികിത്സയും അതോടൊപ്പം തന്നെ മറ്റ് തുടർന്നുള്ള കാര്യങ്ങളിലും ഒരു തുടർന്നുള്ള ചികിത്സയിലടക്കം സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഏത് നിലയിൽ ഉണ്ടാകും അല്ലെങ്കിൽ സർക്കാരിന്റെ ഇടപെടൽ ഏത് നിലയിൽ ഉണ്ടാകും എന്ന കാര്യത്തിലടക്കം ഇപ്പോൾ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. എന്തായാലും ഒരു ധനസഹായം ഇപ്പോൾ മന്ത്രി കൈമാറിയിട്ടുണ്ട്. അത് 50,000 രൂപയുടെ ധനസഹായമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആദ്യഘട്ട ധനസഹായം എന്നാകും ആദ്യഘട്ട ധനസഹായമാണ് കൈമാറിയിരിക്കുന്നത്.